അർജുൻ കല്യാട്, ഇപ്പോൾ കെ മുരളീധരനായാലും രമേശ് ചെന്നിത്തലയായാലും പാർട്ടി നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ജനപ്രതിനിധിയെ ജനമധ്യത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം അത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ്. മാത്രമല്ല, ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നു പ്രശ്നം പഠിക്കാൻ. ആ സമിതി തെളിവെടുപ്പ് നടത്താനും ഇരിക്കുന്നു. അതിനുശേഷവും ആ ഉറപ്പിന് ശേഷവും ആണോ ഈ പോസ്റ്റർ പതിക്കപ്പെട്ടിരിക്കുന്നത്? സ്മൃതി, അതായത് ഇന്നലെയാണ് KPCC 3 അംഗ സമിതിക്ക് ഈ മാടായി കോളേജിലെ വിവാദ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചത്. ആ സമിതി നാളെ കണ്ണൂരിലെത്തുമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ അറിയിക്കുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ പയ്യന്നൂർ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ MK രാഘവൻ അനുകൂലികൾ ആ ഓഫീസിലേക്ക് എത്തുകയും ആ പോസ്റ്റർ കീറിയെറിയുകയും ചെയ്തു. ഇങ്ങനെ പരസ്യമായ രീതിയിൽ തുടർച്ചയായ രീതിയിൽ ഈ പ്രതിഷേധങ്ങളും കയ്യാങ്കളിയും വാക്കുതർക്കവും ഒക്കെ തെരുവിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ അത് പാർട്ടിയുടെ ഒരു അഭിമാനത്തിന് തന്നെ അല്ലെങ്കിൽ പാർട്ടിയുടെ യശസ്സിന് വലിയ രീതിയിൽ കളങ്കമേൽപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഇനി വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലായി തന്നെ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് അംഗമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ഉൾപ്പെടെ വാർഡ് വിഭജനമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഒരുപാട് പ്രയാസങ്ങൾ കോൺഗ്രസും അതുപോലെ തന്നെ UDF സംവിധാനം ആകെയും അഭിമുഖീകരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പരസ്പരം തമ്മിൽ തല്ലുന്നത്, തെരുവിൽ തല്ലുന്നത് പാർട്ടിക്ക് ലഭിക്കുന്ന ചില വോട്ടുകളിൽ പോലും കുറവുണ്ടാക്കും എന്നുള്ള നല്ല ധാരണ നേതൃത്വത്തെ സംബന്ധിച്ച് ഉണ്ട്. അതുകൊണ്ടുകൂടി ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായത് നേതൃത്വത്തിൻ്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് KPCC വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സമിതിയെ നിയോഗിക്കുകയും ഈ പ്രശ്നം പഠിക്കാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ പക്ഷേ ഈ രണ്ട് തട്ടിലായി നിൽക്കുന്ന നേതാക്കൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധ പ്രകടനത്തെയും കോലം കത്തിക്കലിനും ഒക്കെ കാണേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ കയ്യാങ്കളിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയത് അത്തരം ഒരു നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും പാർട്ടിക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. കണ്ണൂർ DCC നേതൃത്വമാകെ MK രാഘവൻ്റെ ഈ നിലപാടിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം തന്നെ KPCCയെയും AICCയിലെ നേതാക്കളെയും എല്ലാം ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. MK രാഘവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ MK രാഘവൻ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. ആ MK രാഘവനെതിരെ പരസ്യമായി ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസ് നേതൃത്വത്തെയും വെട്ടിലാക്കിയിട്ടുണ്ട്. പ്രവർത്തകന്മാർ വലിയ രീതിയിൽ MK രാഘവനെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ പ്രവർത്തകരെ തള്ളിപ്പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ MK രാഘവനെ അത് അങ്ങനെ തള്ളിപ്പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തെയും തള്ളിക്കളയാൻ വേണ്ടി കഴിയാത്ത നിലയിലാണ് കോൺഗ്രസ് നേതൃത്വം. എന്നാൽ ഇപ്പോൾ മുരളീധരനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ ഈ MK രാഘവനെതിരെ അല്ലെങ്കിൽ MK രാഘവനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കുകയാണ്. MK രാഘവനെതിരെയുള്ള ഇത്തരത്തിലുള്ള പരസ്യ പ്രതിഷേധവും ഈ കോലം കത്തിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. സമിതി ഉടൻ കണ്ണൂരിലെത്തി അക്കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനമെടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എന്നാൽ VD സതീശനും ഇന്നലെ ആ രീതിയിൽ തന്നെയായിരുന്നു പ്രതികരിച്ചത്. അതായത് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് പാർട്ടി നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ കൈക്കൊള്ളാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് VD സതീശൻ നടത്തിയിട്ടുള്ള പ്രതികരണം. എന്തായാലും ഈ വിഷയം പരിഹരിക്കുക എന്നുള്ളത് നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു അനിവാര്യമായ കാര്യമാണ്. കാരണം ഇതിങ്ങനെ തെരുവിൽ തല്ലുകയും തെരുവിൽ പരസ്യമായിട്ടുള്ള വെല്ലുവിളികളും പരസ്യമായിട്ടുള്ള പോർ വിളികളുമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അതിൽ ആത്യന്തികമായി നഷ്ടം സംഭവിക്കുന്നത് കോൺഗ്രസിന് മാത്രമാണ്. കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള ഈ വെല്ലുവിളികളും കയ്യാങ്കളിയും പ്രതിഷേധവും കോലം കത്തിക്കലുമൊക്കെ പാർട്ടിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന നല്ല ധാരണ നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടുകൂടിയാണ് KPCC സമിതി ഉടൻ തന്നെ കണ്ണൂരിലെത്തി ഈ നേതാക്കളെയെല്ലാം, ഏതെങ്കിലും ഒരു വിഭാഗം നേതാക്കളെ മാത്രമല്ല എല്ലാ വിഭാഗം നേതാക്കളെയും കണ്ടുകൊണ്ട് ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഈ പ്രശ്നം എന്താണ് എന്ന് കൃത്യമായി പഠിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് KPCC നേതൃത്വത്തെ സമർപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. 3 അംഗ സമിതിയാണ് നിയോഗിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അതിൻ്റെ ചെയർമാനായി നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ ഈ 3 അംഗ സമിതി കണ്ണൂരിലെത്തും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പുറമെ അഡ്വക്കേറ്റ് A അബ്ദുൾ മുത്തലിഫും അതുപോലെ തന്നെ K ജയന്തുമാണ് ഈ സമിതിയിലുള്ളത്. അവർ 3 പേരും കണ്ണൂരിലേക്ക് എത്തുകയും ചെയ്യും. രാജി ഭീഷണിയും രാജി സന്നദ്ധതയും എല്ലാം നേരത്തെ തന്നെ നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ ഈ നേതൃത്വത്തെ എല്ലാം അറിയിക്കുകയും ചെയ്തതാണ്. അവരെ ഉൾപ്പെടെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി ഈ സമിതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വിമത വിഭാഗവും അതുപോലെ തന്നെ MK രാഘവൻ അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലികളുടെ വിഭാഗവും എല്ലാം തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്.
സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.